രണ്ടാമത്തെ ആവശ്യം ദുരന്ത നിവാരണ നിയമത്തിൻ്റെ 13-ാം വകുപ്പ് പ്രകാരം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് ദുരന്തബാധിതരുടെ എല്ലാ കടങ്ങളും എഴുതി തള്ളണമെന്നുള്ളതാണ്. അതിനും ഈ പ്രഖ്യാപനം വഴിയൊരുക്കുമായിരുന്നു. മൂന്നാമത്തെ ആവശ്യം മുണ്ടക്കൈ, ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിത മേഖലക്കായി ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അടിയന്തര സഹായം അനുവദിക്കണം എന്നതാണ്. ഈ മൂന്നാവശ്യങ്ങളിൽ ഒന്നിനു പോലും ഇതുവരെ അനുകൂലമായൊരു മറുപടി തന്നിട്ടില്ല. മേപ്പാടിയിലെ ദുരന്തത്തെ തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടില്ല. ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അടിയന്തര സഹായം അനുവദിച്ചിട്ടില്ല. ദുരന്തബാധിതരുടെ ലോണുകൾ എഴുതി തള്ളിയിട്ടുമില്ല. കേന്ദ്ര സർക്കാർ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിച്ചാൽ, അതാണ് L3 കാറ്റഗറി, രാജ്യത്താകെയുള്ള പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ദുരന്തബാധിത പ്രദേശങ്ങളെ സഹായിക്കാനായി MP-LAD ഫണ്ടിൽ നിന്നും 1 കോടി രൂപ വരെ ലഭ്യമാക്കാൻ കഴിയും. മറ്റൊരു കാര്യം കേന്ദ്രം പറയുന്നത് കേരളത്തിൻ്റെ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ ഫണ്ടുണ്ട് എന്നാണ്. ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം സാധാരണഗതിയിൽ കേരളത്തിന് ലഭിക്കുന്ന ഫണ്ടാണത്. അല്ലാതെ മേപ്പാടിയിലെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സവിശേഷമായി ലഭിച്ചതല്ല. അത്തരം വലിയ ദുരന്തങ്ങളെ നേരിടാൻ പര്യാപ്തമല്ല സാധാരണ നിലക്കുള്ള ഫണ്ട് വകയിരുത്തൽ. SDRF ഫണ്ടുകൾ ഉപയോഗിച്ചാണ് കേരളത്തിൽ വർഷാവർഷമുണ്ടാകുന്ന ചെറുതും വലുതുമായ വിവിധ ദുരന്തങ്ങളുടെ നിവാരണം നടത്തുന്നത്. ഓരോ വർഷവും ശരാശരി 400 കോടി രൂപയുടെ പ്രവൃത്തികൾ ആ നിധിയിൽ നിന്നും നടത്തി വരുന്നുണ്ട്. മരണങ്ങളും റോഡും വീടും മറ്റും തകരുന്നതും ഉൾപ്പെടെ ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള സഹായം ആ നിധിയിൽ നിന്നാണ് നൽകി വരുന്നത്. കണിശമായ മാനദണ്ഡങ്ങൾ പ്രകാരം മാത്രമേ ആ തുക വിനിയോഗിക്കാൻ കഴിയൂ. വീട് നഷ്ടപ്പെട്ടാൽ SDRFൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരം ശരാശരി 1.25 ലക്ഷം രൂപ മാത്രമേ ലഭ്യമാക്കാൻ കഴിയൂ. നമ്മുടെ സംസ്ഥാനം CMDRF വിഹിതവും ചേർത്താണ് കുറഞ്ഞത് 4 ലക്ഷം രൂപ ലഭ്യമാക്കുന്നത്. വയനാട് പുനരധിവാസത്തിന് എല്ലാ സൗകര്യങ്ങളുമുള്ള ടൗൺഷിപ്പ് പണിയാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഒരു വീടിന് 10 ലക്ഷം രൂപയിലധികം ചിലവാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ SDRFിലെ മാനദണ്ഡങ്ങൾ പ്രകാരം അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ദുരന്തത്തെ അതിജീവിക്കാനായി പ്രത്യേക ധനസഹായം ആവശ്യപ്പെടുന്നത്. പ്രത്യേക സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുന്നതിന് തയ്യാറാകാതെ വാദം നടന്നപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട കോടതിയെ സർക്കാർ അഭിഭാഷകർ അറിയിച്ചതാണ്. അപ്പോഴാണ് ദുരന്ത നിവാരണ വകുപ്പിൻ്റെ ഫിനാൻസ് ഓഫീസറോട് നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചത്. നേരത്തെ വിശദീകരിച്ചതുപോലെ SDRF ഫണ്ട് എന്നത് വയനാടിന് മാത്രമുള്ള ഒന്നല്ല. അത് സംസ്ഥാനത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ആകെ പൊതു ഫണ്ടാണ്. ഇതിൽ നിന്നും കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പ്രകാരം മാത്രമേ തുക വിനിയോഗം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് വയനാട് ദുരന്തത്തിൻ്റെ കാര്യത്തിൽ വിനിയോഗിച്ചു കഴിഞ്ഞു.
ഇത് തീരെ അപര്യാപ്തമാണ് എന്നതാണ് പ്രധാന പ്രശ്നം. ഇതിനാണ് കൂടുതൽ വിനിയോഗ സ്വാതന്ത്ര്യമുള്ള അധിക ധനസഹായം ആവശ്യപ്പെടുന്നത്. SDRF തുക കർശന മാനദണ്ഡങ്ങൾ പ്രകാരം മാത്രമേ നൽകാൻ കഴിയൂ. ഇത് ചെയ്തു കഴിഞ്ഞു. ഇതിനാലാണ് വയനാടിന് പ്രത്യേക ധനസഹായം ചോദിക്കുന്നത്. അത് കേന്ദ്രം തന്നിട്ടില്ല. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഹൈക്കോടതി പ്രധാനമായും 5 ചോദ്യങ്ങളാണ് ഉന്നയിച്ചത്. 29/7/2024 SDRFൽ എത്ര തുക നീക്കിയിരിപ്പുണ്ട്? രണ്ടാമത്തെ ചോദ്യം, നമ്മൾ സംസ്ഥാനത്തെ വിവിധ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി എത്ര തുകയുടെ കമ്മിറ്റ്മെൻറ്റ് SDRFലുണ്ട്? 3, വയനാടിനായി എത്ര തുക കൊടുത്തു? 4, വയനാടിന് ഇനി എത്ര തുക നൽകാൻ കഴിയും? 5, പുനരധിവാസത്തിനായി ഇനി എത്ര തുക വേണ്ടിവരും?